ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് രാഗി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 കപ്പ് അളവിൽ ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറാണ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറായപ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി രാവിലെയൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടായാലും മതിയാവും. രാഗിയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള രാഗിയും ചെറുപയറും ഓട്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. ഇനി ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകൊക്കെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോ തവി ബാറ്ററായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശയാക്കി ചുട്ടെടുക്കാം. പിന്നെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചുട്ടെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ചെറുപയറിൻ്റെ ഒരു പച്ചച്ചൊവ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ടിട്ടും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. പിന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണമെന്നില്ല. പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടാകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നല്ല മൊരിഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കാതെ മറിച്ചിട്ടിട്ട് 2 ഭാഗവും ഒന്ന് മൊരിച്ചിട്ടെടുത്താൽ മതിയാവും. പിന്നെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ല മീൻ കറിയുടെ കൂടെയോ നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടലക്കറി, ചെറുപയർ കറി, ഏത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചെറുപയർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ ഒഴിവാക്കട്ടെ. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ ചെറുപയറും കൂടെ ഉണ്ടാകുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.